ഒരു ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർ. ഈ തട്ടിപ്പിലൂടെ അദ്ദേഹത്തിന് 90 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിലൂടെ 850% ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ഡിസംബറിലാണ് സംഭവം നടന്നത്. ജഡ്ജിയുടെ പരാതിയിൽ 2 പേർക്കെതിരെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ മൊബൈൽ നമ്പർ ഒരു വാട്സപ്പ് ഷെയർ ട്രേഡിംഗ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നു. പിന്നീട് ഇതുവഴി ലാഭം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. പണം അയക്കാനുള്ള ഒരു ലിങ്ക് ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും അത് കണ്ട റിട്ടയേർഡ് ജസ്റ്റിസ് അതുവഴി പണം അയക്കുകയും ചെയ്തു. എന്നാൽ ഘട്ടം ഘട്ടമായി ജഡ്ജിയുടെ അക്കൗണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപ ഇവർ തട്ടിയെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി മുതൽ 30-ാം തീയതി വരെ പല തവണകളായാണ് ഈ തട്ടിപ്പ് സംഘം ജഡ്ജിയിൽ നിന്നും പണം തട്ടിയെടുത്തത്. ആദിത്യ ബിർള ഇക്വിറ്റി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളെന്നാണ് ഈ തട്ടിപ്പ് സംഘം ജഡ്ജിക്ക് മുന്നിൽ സ്വയം പരിചയപ്പെടുത്തിയത്. തുടർന്നാണ് 850% വരെ ലാഭം ഇവർ വാഗ്ദാനം ചെയ്തത്. 850% എന്ന് കേട്ടതോടെ ജസ്റ്റിസ് ആ കുരുക്കിൽ പെടുകയും ചെയ്തു. അയാന ജോസഫ്, വർഷ സിംഗ് എന്നീ പേരുകളിൽ പരിചയപ്പെട്ടവരാണ് തട്ടിപ്പിന് പിന്നിൽ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പേരുകളൊന്നും യഥാർത്ഥ പേരുകൾ ആകണമെന്നുമില്ല. എന്തായാലും സംഭവത്തിൽ ഇരുവരെയും പ്രതി ചേർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പല ഓൺലൈൻ തട്ടിപ്പിലും സമൂഹത്തിലെ ഉന്നതർ കുടുങ്ങുന്നുണ്ട്. റിട്ടയേർഡ് ജഡ്ജിമാർ, ഡോക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ബാങ്ക് മാനേജർമാർ എന്നിങ്ങനെ പലരും ഇതിൽ പെടുന്നുണ്ട്. പലരും നാണക്കേട് മൂലം പുറത്ത് പറയാത്തതുമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പായ ഹൈറിച്ച് കേസിലും നിരവധി ഉന്നതർക്ക് പണം നഷ്ടമായിട്ടുണ്ട്. മണി ചെയിൻ നടത്തുന്നതും അതിൽ ചേരുന്നതും കുറ്റകരമായതുകൊണ്ടാകാം പലരും ഇങ്ങനെ പണം പോയത് പുറത്ത് പറയാതെ ഇരിക്കുകയാണ്. HROTTയിൽ 500% ലാഭം കൊടുക്കും എന്ന പ്രതാപൻ്റെ വാഗ്ദാനത്തിൽ മയങ്ങി ലക്ഷങ്ങളും കോടികളും നഷ്ടമായവർ കേരളത്തിലുണ്ട്. അത്രയ്ക്ക് ആകർഷകമായിട്ടാണ് ഈ കള്ളന്മാർക്ക് സംസാരിക്കുന്നത്. സംസാരത്തിലൂടെ റിട്ടയേർഡ് ജഡ്ജിനെ മാത്രമല്ല ആരെയും വീഴ്ത്താനുള്ള കഴിവ് ഇത്തരക്കാർക്കുണ്ട്. അതുമാത്രമാണ് ഈ തട്ടിപ്പ് ബിസിനസ്സിൽ ഇവരുടെ മുടക്കുമുതൽ. ഏതെങ്കിലും പ്രമുഖ വ്യക്തിയെ ചേർത്താൽ പിന്നീട് അത് പറഞ്ഞുകൊണ്ടായിരിക്കും ഇവർ കൂടുതൽ ആളുകളെ പറ്റിക്കുന്നത്. ഇടയ്ക്കിടെ ഹൈറിച്ചിൻ്റെ ഒരു പരസ്യം പോലെ 5 കോടി നിക്ഷേപിച്ച തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടറുടെ വീഡിയോ കാണാമായിരുന്നു. വളരെ അഭിമാനത്തോടെ തനിക്ക് ആഴ്ചതോറും കിട്ടുന്ന പൂൾ ഇൻകത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൈറിച്ച് പൂട്ടിക്കെട്ടിയതോടെ ആ വീഡിയോയും കാണാതായിട്ടുണ്ട്.